വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 മണ്ഡലങ്ങളിലും വൻ വിജയം നേടും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന LDF ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ, അതിലേറ്റവും കേരളമാകെ ചർച്ച ചെയ്യുന്ന ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ തുരങ്കപാത പോലുള്ള പ്രവർത്തനങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ ഇടതുപക്ഷത്തിനല്ലാതെ വോട്ട് ചെയ്യാൻ മനസ്സ് കൊടുക്കാത്ത വിധമുള്ള മാറ്റങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് വേറെ ചിന്തിക്കാനില്ല. ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിനെ മാത്രം ആശ്രയമാക്കിയാൽ ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണിന്ന് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും. കൽപ്പറ്റ നിയോജക മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും. അതിന് ഈ മണ്ഡലത്തിലെ ദുരന്തബാധിതരോടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് സമീപനത്തിൻ്റെ ഏറ്റവും നല്ല ലോകോത്തര മാതൃകയാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വികസനം, നാളെ വയനാടൻ ജനതയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ വികസനത്തിൻ്റെ മാതൃകയാണ് തുരങ്കപാത. വയനാട്ടിലെ ജനങ്ങൾക്ക്, വയനാടിൻ്റെ അടുത്ത കാലത്തെ ഓർമ്മയിലില്ലാത്ത വിധമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഭൂമിക്ക് പട്ടയം അനുവദിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ മാത്രം ആസ്പദമാക്കി പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നതിൽ തർക്കമില്ല. കൽപ്പറ്റയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് PK അനിൽകുമാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടും എന്ന് അത് ഒരു യാഥാർത്ഥ്യമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും.